സദസ്സിന് വന്ദനം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാനും ഒരു കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കഥയുടെ പേര് വട്ടപ്പൂജ്യം. എന്താ കുഞ്ഞി, നിനക്ക് വല്ലാത്ത ക്ഷീണം? എന്തു പറ്റി? ഇന്ന് തേനൊന്നും കിട്ടിയില്ലേ? ഇല്ല അക്കു, എൻ്റെ ചിറകൊരു മുള്ളിലുടക്കി. വല്ലാത്ത വേദന. പൂന്തേനുണ്ണാൻ പറക്കാൻ പറ്റിയില്ല. സാരമില്ല, ഞാൻ നിനക്ക് തേൻ തരാം. അക്കു വേഗം ഇത്തിരി തേൻ കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് നൽകി. അക്കു അങ്ങനെയാണ്. വളരെ ദൂരെ അങ്ങ് കിണ്ണരിപ്പുഴയുടെ അപ്പുറമുള്ള മലയോരത്താണ് അവൻ്റെ വീട്. എന്നും രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അവൻ ഒത്തിരി കൂട്ടുകാരുണ്ട്. പൂവാലനണ്ണാൻ, കറുമ്പിക്കാക്ക, കുഞ്ഞിപ്പൂമ്പാറ്റ, അമ്മിനി പശു, അങ്ങനെ ഒത്തിരി കൂട്ടുകാർ. എല്ലാവരോടും കുശലം ചോദിച്ച് സ്കൂളിൽ എത്തുമ്പോഴേക്കും ഒത്തിരി നേരം വൈകും. സ്കൂളിൽ അക്കു ഒരു മിണ്ടാപ്രാണിയാണ്. ആരോടും കൂട്ടില്ല. പഠിക്കാൻ തീരെ ഉത്സാഹവുമില്ല. ആരോടും മിണ്ടാതെ അങ്ങനെ ഇരിക്കും. പരീക്ഷാ പേപ്പർ കയ്യിൽ നൽകുമ്പോൾ അധ്യാപകരെല്ലാം അവനെ ഉപദേശിക്കും. ഇത് കേട്ട് കുട്ടികൾ അക്കുവിനൊരു പേരും നൽകി. വട്ടപ്പൂജ്യം. വട്ടപ്പൂജ്യം, വട്ടപ്പൂജ്യം. ഇങ്ങനെ വിളിക്കുന്ന കാരണം അക്കുവിന് സ്കൂളിനോട് തന്നെ വെറുപ്പാണ്. ഒരു ദിവസം അക്കുവിൻ്റെ അച്ഛൻ അക്കുവിനോട് ഇങ്ങനെ പറഞ്ഞു: നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ കുറിച്ച് ഞാൻ എന്നാ ഒരു നല്ല വാക്ക് കേൾക്കുക? എന്നും പരാതിയേയുള്ളൂ. ഇപ്രാവശ്യമെങ്കിലും പരീക്ഷയിൽ മാർക്ക് വാങ്ങാതെ നീ വീട്ടിലേക്ക് വന്നാൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അക്കു കരയാൻ തുടങ്ങി. അമ്മ അവനെ ആശ്വസിപ്പിച്ചു. സാരമില്ല അക്കു, അമ്മക്കും അച്ഛനും നീയായിട്ടൊരു കുഞ്ഞല്ലേ ഉള്ളൂ. എന്നാലും അച്ഛനും എന്നെ വേണ്ട, ആർക്കും എന്നെ ഇഷ്ടമില്ല. കൂട്ടുകാരെന്നെ വട്ടപ്പൂജെന്നാ വിളിക്കണേ. അങ്ങനെയല്ലേ അക്കു? ദേ നോക്കിയേ, നമുക്ക് ആ പേര് മാറ്റണം. നല്ല വാശിയോടെ പഠിക്കണം. ഇന്നു മുതൽ മോനും അമ്മയും ചേർന്ന് പഠിക്കാട്ടോ. വന്ന് ഭക്ഷണം കഴിക്കും. എനിക്ക് വേണ്ട, അമ്മയുടെ ചക്കരയല്ലേ. വാ. ഇത് കേട്ട് വേലായുധേട്ടനും വന്നു. സാരല്ല അക്കു, അച്ഛൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. നിന്റെ കുട്ടി നാളെ മുതൽ നല്ല മോനായി കാണാനാ. അക്കു പൊട്ടിക്കരഞ്ഞു. അച്ഛനും അമ്മയും അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. അന്നു രാത്രി അക്കു ഉറങ്ങാൻ കിടന്നു. എൻ്റെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, നന്നായി പഠിക്കണം. അന്ന് രാത്രി അവൻ്റെ സ്വപ്നം നിറയെ അവൻ്റെ കൂട്ടുകാരായിരുന്നു വട്ടപ്പൂജ്യം. പിറ്റേന്ന് പുലർച്ചെ അക്കു എഴുന്നേറ്റു. കിളികളുടെ മധുരമൂറുന്ന പാട്ട് കേട്ട് അവൻ ആസ്വദിച്ചു. ജനാലകൾ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി. ഒരു തുമ്പയുമായി തോളത്തൊരു തോർത്തുമുണ്ടും തോക്കി അച്ഛൻ അപ്പുനേട്ടൻ്റെ പറമ്പിൽ. പാവം അച്ഛൻ ഇത്രയും നേരത്തെ ഞങ്ങളെ പോറ്റാനായി പണി ആരംഭിച്ചിരിക്കുന്നു. അമ്മേ, അച്ഛൻ എത്ര നേരത്തെ പോകുമോ? അച്ഛൻ ഇത്ര നേരത്തെ പോകുന്നത് മോൻ അറിയാറില്ല. ഞാൻ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല്ലു തേച്ച് ഒക്കെ കഴിഞ്ഞു വാ, കഴിക്കാം, എന്നിട്ട് പഠിക്കാനിരിക്കാം. ശരി അമ്മേ, അക്കു പറഞ്ഞു. അന്നു മുതൽ അക്കുവിന് ഉത്സാഹമായി. സ്കൂളിലേക്ക് പോകും വഴി കൂട്ടുകാരോടെല്ലാം വിശേഷം പറയും. പക്ഷേ നേരത്തെ സ്കൂളിലെത്തും. അധ്യാപകരുടെ സഹായത്തോടെ കൂടുതൽ പഠിക്കും. കുട്ടികൾ അവനെ കളിയാക്കി വിളിച്ചു കൊണ്ടേയിരുന്നു. വട്ടപ്പൂജ്യം. അക്കു കൂടുതൽ വാശിയോടെ പഠിച്ചു. പതിയവൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനും തുടങ്ങി. അധ്യാപകരെല്ലാം അവനെക്കുറിച്ച് നല്ലത് പറയാനും തുടങ്ങി. വഴിയോരത്തെ കൂട്ടുകാരോടെല്ലാം എന്നും വിശേഷം പറയും. അവനോട് അവർ പറയും: നീ നല്ല കുട്ടിയാ, നിനക്ക് നല്ലതേ വരൂ എന്ന് ആശ്വസിപ്പിക്കും. അത് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയും. അരക്കൊല്ലം പരീക്ഷ എടുത്തു. അക്കു പഠിപ്പോട് പഠിപ്പ് തന്നെ. നേരത്തെ ഉണരും. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങും. പഠിക്കും. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വായിച്ചു. അക്കു ടീച്ചർ പേര് വിളിച്ചതും കുട്ടികൾ അവനെ നോക്കി വട്ടപ്പൂജ്യം എന്ന് ആർത്ത് വിളിച്ചു. എന്നാൽ രാധാമണി ടീച്ചർ ഒരു നിമിഷം നിർത്തി അക്കുവിനെ അടുത്ത് വിളിച്ചു. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടിയാണ് അക്കു. ടീച്ചർ അവന് നല്ലൊരു സമ്മാനം നൽകി. കൂട്ടുകാരെല്ലാം മന്ദം വിട്ടു നിന്നു. സ്കൂൾ അസംബ്ലിയിലേക്ക് അക്കുവിൻ്റെ അച്ഛനെയും അമ്മയും ക്ഷണിച്ചു. അക്കു സമ്മാനം ഏറ്റുവാങ്ങുന്നത് നിറഞ്ഞ മനസ്സോടെ അച്ഛനും അമ്മയും നോക്കി നിന്നു.
അപ്പോൾ എല്ലാവർക്കും അക്കുനെ ഇഷ്ടമാണ്. അക്കുനെ തിരിച്ചും വട്ടപ്പൂച്ചം എന്ന വിളിയും മാറി. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഏത് പ്രയാസത്തെയും പരിശ്രമത്തിലൂടെ മറികടക്കാം. നന്ദി, നമസ്കാരം.